ഇന്നലെ നീ സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ ഡ്രൈവറില്ലേ, അവൻ മരിച്ചുപോയി. എപ്പോ? എങ്ങനെ? ടെറസിന്റെ മുകളിൽ നിന്ന് കാല് തെറ്റി വീണതാ. ആക്സിഡന്റ് ആണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നു. എന്നാലും നീ ഇന്നലെ എങ്ങനെ ചെയ്തതുകൊണ്ട് നിന്റെ മേൽ ഡൗട്ട് വരരുതല്ലോ, അതിനുവേണ്ടിയാ. നാട് വിട്ട് എങ്ങും പോകരുത്. ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നത് വരെ നിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻക്വയറിക്ക് ഞങ്ങൾ തിരക്കി വരും. ഓക്കെ സാർ. പാടോ. ലോറി ഡ്രൈവർ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ഈ പെയിന്റ് ബക്കറ്റ് വെച്ച് മൂടിയേക്കാം. എന്താണ് ഇത്? മുറ്റത്തെ മണ്ണ്. എന്തിന്? ഫെയർ ആൻഡ് ലവ്ലി സ്കിൻ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇതെന്താ ഈ ഏണി ചാരി വെച്ചിരിക്കുന്നത്? മുത്തച്ഛന്റെ ഫോട്ടോ വെക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മാലയും കൂടെ വേണം. വെച്ചിട്ട് പോടാ. വന്ന കാര്യം മറന്നും പോയി. എവിടെ വെച്ചു? എരുമയെ കുളിപ്പിച്ചിട്ട് ഇവിടെ കണ്ടാണല്ലോ വെച്ചത്. എന്താടേ നോക്കുന്നേ? അല്ല, അമ്മൂമ്മയുടെ മുതുക് തേച്ച് കൊടുക്കണം. ഞാൻ ആ ചകിരി ഇവിടെ എവിടെയോ വെച്ചു. അതാ അവിടെ ഇരിക്കുന്നു. നേരം കുറേയായി മുത്തച്ഛൻ മേലോട്ട് നോക്കി ഇരിക്കുവാ. ഞാൻ തേച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് വേണം 2 പോത്തിനെ കൂടി ചകിരിയോട് കുളിപ്പിക്കാൻ. പേര്? ഗീത. എത്ര വർഷമായി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു? 2-3 ഇയേഴ്സായി ജോയിൻ ചെയ്തിട്ട്. മരിച്ചുപോയ രോഹിത് എത്ര നാളായി ഇവിടെ വരുന്നു? അദ്ദേഹം റെഗുലർ കസ്റ്റമറാണ്. എക്സ്ക്യൂസ് മീ സർ. എല്ലാം നോട്ട് ചെയ്തല്ലേ? ഫോമെല്ലാം പൂരിപ്പിച്ചു. ഇനി ഒരു 10 ഡേയ്സിൽ അയാളുടെ PF-ലെ കാശ് റിലീസ് ചെയ്യാനാവും. നീ അറിഞ്ഞില്ലായിരുന്നോ? റൂം നമ്പർ 701, രോഹിത് അഗർവാൾ, ബിയർ കമ്പനി ഓണർ. ഇന്നലെ നന്നായിട്ട് കുടിച്ചിട്ട് ടെറസിൽ കയറി കാല് തെറ്റി വീണു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറുന്ന ആസാമി. എപ്പോഴാണെങ്കിലും കൊടുത്തതിന് തിരിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. എന്തു പറ്റി അരുണേ? ഇതാ വരുന്നു സാർ. അരുണ ഇപ്പോൾ വരാം.